വന്ദേ മാതരം എന്ന സോങ് ഉണ്ടാവാൻ ഇടയായ കാരണം നിസ്സഹകരണ പ്രസ്ഥാനത്തിന് മുമ്പ് ഈ പറയുന്ന ഭാരത് മാത എന്ന സങ്കല്പം ഉയർന്നു വരുന്നു. ഭാരത് മാത എന്ന സങ്കല്പം തന്നെ ഇന്ത്യൻ സങ്കല്പമല്ല, അത് ബ്രിട്ടാനിക്ക എന്ന ബ്രിട്ടീഷ് സങ്കല്പത്തിൽ നിന്ന് വരുന്നതാണ്. ബ്രിട്ടാനിക്ക എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് എംപയറിനെ ഒരു സ്ത്രീയായി ഗണിച്ചുകൊണ്ടുള്ളൊരു കാവ്യസങ്കല്പമാണ്. അതിൽ നിന്ന് കടം കൊണ്ടതാണ് ഈ ഭാരത് മാത എന്ന സങ്കല്പം. അതൊട്ടും ഭാരതീയമല്ല ഭാരത് മാത എന്ന സങ്കല്പം. അപ്പോൾ ഈ ഭാരത് മാത എന്ന സങ്കല്പം പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിൽ ഉപയോഗിക്കുകയും, അപ്പോൾ ഭാരത് മാതായ്ക്ക് വേണ്ടി ഒരു ഗാനം വേണമെന്ന് പറയുമ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് ഇത് അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവരെ അത് അഡോപ്റ്റ് ചെയ്യുന്നത് വരെ ബംഗാളിലാണ് അത് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു നോവൽ അത്ര പ്രശസ്തമല്ല, ഇന്ത്യയിൽ ആരും വായിച്ചിട്ടില്ലാത്ത, അധികം വായിക്കപ്പെടാത്തൊരു നോവലാണ്. ആ നോവൽ ഇത് അഡോപ്റ്റ് ചെയ്തതോടുകൂടി ഈ വരികളിലെ പ്രശ്നം ചൂണ്ടിക്കാട്ടി പലരും, മുസ്ലിം ലീഗ് ഉൾപ്പെടെ എതിർപ്പ് ഉയർത്തിയപ്പോൾ ഈ നോവൽ കൂടി ചർച്ച ചെയ്യും. ഈ നോവൽ അതിലും വലിയ പ്രശ്നമാണ്. ഈ നോവലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 18ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ ബ്രിട്ടീഷ് എംപയറിനെതിരെ നടന്നിട്ടുള്ള വലിയ റെബലിയനുണ്ട്. ബംഗാളിൽ നിന്നുള്ള റെബലിയൻ. ആ റെബലിയന് നേതൃത്വം കൊടുത്തത് ഹിന്ദു സന്യാസിമാരും മുസ്ലിം ഫക്കീർമാരും ഒരുമിച്ചാണ്. ഇവരൊരുമിച്ച് അവിടുത്തെ നൈസാമിനും ബംഗാൾ നിസാമിനും ബ്രിട്ടീഷ് എംപയറിന് നടത്തി വലിയ സായുധ കലാപമുണ്ട്. ആ സായുധ കലാപത്തിൻ്റെ പ്ലോട്ടാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതുന്നത് 19ാം നൂറ്റാണ്ടിലാണ്. 18ാം നൂറ്റാണ്ടിലാണ് നടക്കുന്നത്. ഈ ഹിന്ദു മുസ്ലിം സന്യാസിമാർ ഒരുമിച്ച് നടത്തിയ സായുധ വിപ്ലവത്തെ ബങ്കിം ചന്ദ്ര ചാറ്റർജി വക്രീകരിച്ച് അത് എന്താണ് നൈസാമിനെതിരെ ഹിന്ദു സന്യാസിമാരുടെ റെബലിയനാക്കി മാറ്റി. ഇതാണ് ഇതിൽ ഒന്നാമത്തെ പ്രശ്നം. അതുകൊണ്ട് ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജിയിൽ നിന്ന് ഒരു വര നേരെ വരച്ചാൽ അത് ഇന്നത്തെ RSSലാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും കോൺട്രവേഴ്ഷ്യലായ ഒരു കൃതിയിൽ നിന്ന് കോൺട്രവേഴ്ഷ്യലായ ഒരു ഗാനം എടുത്തിട്ടാണിത് കൊണ്ടുവന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഇതിനുവേണ്ടി വാദിച്ചവരുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവരും അതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും സർവാംഗീകൃതമായ ദേശീയഗാനമാക്കി മാറണമെങ്കിൽ അതിലെ വിവാദപരമായ സ്റ്റാൻസ് ഒഴിവാക്കി അത് 2 സ്റ്റാൻസ് ഉപയോഗിക്കാം എന്നാണ് തീരുമാനിച്ചത്. അതിന് ഭരണഘടനാ പദവി ഇപ്പോഴും ഇല്ല, നിയമപരമായ പദവിയില്ല. ആകെയുള്ളത് എക്സിക്യൂട്ടീവ് ഓർഡർ മാത്രമാണ്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.